ഹലോ, അതെ സത്യഭാമയാണ്. ആ മീനാക്ഷി, എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി? എന്റെ കയ്യിലാണെങ്കിൽ നിന്റെ ഡൽഹിയിലെ നമ്പർ ഉണ്ടായിരുന്നില്ല. ആഹാ, നാട്ടിലെത്തിയോ? എന്ന്? എന്റെ സഹായോ? എന്താ? ഉത്തമന്റെ കയ്യിലോ? ഓ ശരി, കൊടുത്തു വിട്ടാ മതി. എടുത്തുചാട്ടം, മുൻകോപം, വാശി, വഴക്ക്, അങ്ങനെ അങ്ങ് പോകുന്നു. ശരി, അപ്പോ നീ എറണാകുളത്ത് തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കേ. ഓ ശരി. ആ, വിളിച്ചാരാണെന്ന് മനസ്സിലായോ? ഞാൻ ജോത്സ്യനല്ല. നമ്മൾ ലംബോദരൻ ചേട്ടന്റെ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പോ അടുത്ത വീട്ടിൽ താമസിച്ച ഒരു മീനാക്ഷി ഓർമ്മയില്ലേ? അവളും ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരാഴ്ച ഇവിടെ ഉണ്ടാവുമെന്ന്. എന്റെ എന്തോ സഹായം ആവശ്യമുണ്ട്. ഉത്തമന്റെ കയ്യിൽ എന്തോ കടലാസ് കൊടുത്തു വിടുന്നുണ്ടെന്ന് പറയാനാണ് അവളിപ്പോ വിളിച്ചത്. ഞാൻ പറഞ്ഞത് എങ്ങനെ അനാവശ്യമാവും? ഈ പ്രസാദ് എന്ന് പറയുന്നവൻ സ്ഥിരമായി മദ്യപിക്കുന്നവനാണ്. അത് മാത്രമല്ല, അവന് നാട്ടിൽ പല സ്ത്രീകളുമായിട്ട് ശരിയല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന മീനാക്ഷി എന്ന പെൺകുട്ടിയെ അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ മീനാക്ഷിയുടെ അച്ഛനോട് പറഞ്ഞു. അയ്യോ, ഇതെന്ത് പാട്. നമസ്കാരം വക്കീലേ. നമ്മുടെ കരുണാകരൻ ചേട്ടന്റെ മോള് മീനാക്ഷി ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട്. മീനാക്ഷി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ അക്കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഉത്തമ. പണ്ട് മോഹനേട്ടൻ പ്രസാദിന്റെ കല്യാണം മുടക്കാൻ പോയ കഥ. അതുകൊണ്ട് ഉത്തമ, പ്രസാദ് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് കൂടി നിർത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. അത് സത്യമല്ലേ? പിന്നല്ലാതെ. വീട്ടുജോലികളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് എന്ന് നിനക്ക് ഒരു ധാരണ ഉണ്ടാവും. അത് തെറ്റാണ്. സത്യത്തിൽ എനിക്ക് എല്ലാ ജോലികളും അറിയാം. പക്ഷേ ഒരു വീട്ടിൽ സ്ത്രീകൾ ചെയ്യേണ്ട ജോലികൾ സ്ത്രീകൾ മാത്രം തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാത്തത്. മോഹനേട്ടാ, ഇതെന്താ ഉദ്ദേശം? ആ മുണ്ടിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എങ്ങനെയാണ് തുണി അലക്കേണ്ടത്? നീ അലക്കുമ്പോ അഴുക്ക് പൂർണ്ണമായിട്ടും പോകാറില്ല. ഇത് കണ്ടോ, ഇന്ന് ഈ തുണി എത്രമാത്രം വൃത്തിയാവുന്നു. ചെറുതായിട്ടൊന്ന് കീറിപ്പോയി ഒരു സൈഡിൽ. അവരുടെ സഹായമില്ലാതെ തയ്ക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. എന്തായി? ഇത് ശരിയാവുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല. സ്വിച്ച് ഓൺ ചെയ്തില്ലായിരുന്നു. സ്വിച്ച് ഓൺ ചെയ്താലേ കറണ്ട് വരുള്ളൂ. കറണ്ട് വന്നാലേ ഈ പെട്ടി ചൂടാവുള്ളൂ. ഓ, പറയുമ്പോ കെമിസ്ട്രിയിൽ 1ാം ക്ലാസ് ഡിഗ്രിയാണ്. പക്ഷേ ഒരു ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞു. നിന്റെ സഹായം വേണ്ട. ഇന്ന് മുതൽ എന്റെ ഷർട്ട് മുണ്ട് ഞാൻ തന്നെ തയ്ക്കും. അങ്ങനെ പടിപടിയായി നിന്റെ ഒരു സഹായവുമില്ലാതെ ഞാൻ ജീവിച്ചു തുടങ്ങും. അതോടെ നിന്റെ ആവശ്യം തന്നെ ഇല്ലാതാകും.
എനിക്ക് ജീവന് കൊതിയുണ്ട്. മോഹനേട്ടൻ തന്നെ കുടിച്ചാ മതി. എങ്ങനുണ്ട്? ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കണോ അതോ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നോ?